വെൽക്കം. ഒരു കാര്യം മനസ്സിലായി അഞ്ജലി, നമ്മുടെ ആവശ്യമില്ലാന്നാണോ? ആവശ്യമില്ലാന്ന് മാത്രമല്ല, ആരാണ് ഈ കൊച്ചുകുട്ടികൾ ഇങ്ങനെ അയച്ചു വിട്ടത്? അതെ, അവര് കണ്ടില്ലേ, കംപ്ലീറ്റ് ഏറ്റെടുത്തു. ഇനി നമ്മളിവിടെ വല്ല ആവശ്യമുണ്ടോ? ഒരു ആവശ്യമില്ല. എന്തായാലും ഞങ്ങൾ 4 പേരും വളരെ ട്രെയിൻഡ് ആണ്. ഓക്കെ, എന്തായാലും ആ സൗഹൃദം ഞങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കിടൽ എപ്പിസോഡ് തുടങ്ങാം. So first contestant on stage, Charlotte. മാച്ചിങ് ആയല്ലോ. ഹായ്, എന്താ? അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. പാട്ടാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സംഭവം. ഞങ്ങൾ പാട്ടുകാർ മാച്ചിങ് ആയല്ലോ, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, നമുക്ക് ഒരു കാര്യം ചെയ്യാം. Coming back to the point. Coming back to the point. Charlotte, ready അല്ലേ? ഏത് റൗണ്ടാ മോൾ ചൂസ്? മാജിക്കൽ കോമ്പിനേഷൻ. മാജിക്കൽ കോമ്പിനേഷൻ. സോ ഏത് സോങ്? ശ്രീകുമാരൻ തമ്പി സാറിന്റെ വരികൾക്ക് MS വിശ്വനാഥൻ സാറ് മ്യൂസിക് ചെയ്ത എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ജാനകിയമ്മ പാടിയ ആ നിമിഷത്തിന്റെ നിർവൃതിയിൽ. ഒരു ട്രൂലി മാജിക്കൽ കോമ്പിനേഷൻ ആണ്. ശ്രീകുമാരൻ തമ്പി സാറിന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ മൂവിയാണ്. ഇത്രയും മാജിക്കൽ കോമ്പിനേഷൻ നമ്മുടെ അവിടെ കാണാണ്ടല്ലോ, ജഡ്ജിംഗ് പാനലിൽ കാണാണ്ടല്ലോ. അപ്പോ ഇവിടെയും ആ നിമിഷം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കാര്യം ചോദിക്കാൻ വന്നല്ലോ. എന്താണ്? സത്യം പറയൂ. അതെ എന്നെ സത്യം ചെവിട്ടിൽ പറയൂ. എന്താ? അതെ ഒന്നും ആരും കേൾക്കില്ല. കോൺഫിഡന്റ് അല്ലേ? ആണ്. അപ്പൊ പിന്നെ അപ്പൊ എന്താ നമുക്ക് പ്രശ്നം? കമന്റ്സിലോട്ട് കിടക്കാം. ഇത്രയും ബ്യൂട്ടിഫുൾ ആയുള്ള സോങ് കൊണ്ടുവന്ന ഷാർലറ്റിന്റെ പാട്ടിനെ കുറിച്ച് നമുക്ക് ചോദിക്കാം. ഓക്കെ, ചിത്ര ചേച്ചി. ഷാർലറ്റ്, മോൾ ഇതിനു മുമ്പ് വേറെ എങ്ങനത്തെ റിയാലിറ്റി ഷോസിനൊന്നും പോയിട്ടില്ല? ഉണ്ടോ? ഇല്ല, ആദ്യമായിട്ടാണ്. പാട്ട് പഠിക്കുന്നുണ്ടോ? ഓ, ആരെടുത്താ പഠിക്കുന്നത്? കമ്മട്ട ആനന്ദ മാഷെടുത്ത്. എത്ര വർഷമായിട്ട് പഠിക്കുന്നു? ഇപ്പോൾ ഞാൻ ഒരു വർഷമൊന്നും ആയിട്ടില്ല, മാസങ്ങളായിട്ടുള്ളൂ. 8 മാസം തുടങ്ങിയിട്ട്. ഓ, ശരി 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 ശരി, ഓക്കെ. മോക്ക് നല്ല ശബ്ദമുണ്ട് കേട്ടോ, വളരെ നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു വോയിസ് ഉണ്ട്, പാടാനുള്ള കഴിവുമുണ്ട്. എനിക്ക് ഈ പാട്ടിനകത്ത് ഈ പാട്ട് സെലക്ട് ചെയ്തത് മാത്രമേ എനിക്ക് ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ ഇത് ദാസേട്ടൻ്റെ ഒരു വേർഷനുണ്ട്. ഇത് 4 ലെജൻസിൻ്റെ പാർട്ടിസിപ്പേഷനുള്ളൊരു പാട്ടാണിത്. മോള് പഠിച്ചതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് വിട്ടുപോയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ടെൻഷൻ. ഈ പാട്ട് പൊതുവേ ഇത്തിരി പാടാൻ പ്രയാസമുള്ളൊരു പാട്ടാണ് അല്ലേ? തോന്നിയിട്ടില്ലേ? അപ്പോൾ ഒരു കോമ്പറ്റീഷന് നമുക്ക് കുറെ കൂടെ ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാവുന്ന ഒരു പാട്ട് മോൾ എടുക്കേണ്ടിയിരുന്നു എന്ന് എനിക്കൊരു അഭിപ്രായം. ഇത് കുറെ കൂടെ മേ ബി ഒരു 2-3 സ്റ്റേജും കൂടെ ഒക്കെ കഴിയുമ്പോൾ കുറെ കൂടെ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞ ശേഷം ഈ പാട്ട് എടുത്തിരുന്നെങ്കിൽ മോൾ ഇന്ന് പാടിയതിനേക്കാളും 10 ഇരട്ടി ഭംഗിയായിട്ട് പാടിയനെ അല്ലേ? പഠിച്ചതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസിങ് വിട്ടുപോയിട്ടുണ്ട്. ആദ്യത്തെ 2ാമത്തെ ആലാപ്പ് ഒരു എന്താ പറയണ്ടേ, ടെൻഷൻ ഇല്ലാണ്ട് സമാധാനമായിട്ടൊന്ന് പാടി നോക്കും. ആദ്യത്തെ ഹമ്മിങ് അതവിടെ എത്തിയില്ല. അതൊന്ന് പിന്നെ ഇല്ലിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു വളവുണ്ട്, അത് വിട്ടുപോയി നേരത്തെ പാടിയപ്പോൾ. അത് ആവണി തെന്നലായി തെന്നലായി ടെൻഷൻ ഇല്ലാണ്ട് ഒന്ന് പിടിച്ച് പാടിക്കേ, ഒരു ഈ ഓടാണ്ട്. ആവണി തിന്നലായി മാറി എല്ലാം വരുന്നുണ്ട് തൊണ്ടയിൽ കേട്ടോ, സകലത് വരുന്നുണ്ട്. മോളൊന്ന് ടെൻഷൻ ഇല്ലാണ്ട് ഒന്ന് റിലാക്സ് ചെയ്ത് പാടിയ കുറെ കൂടെ. നിർനിദ്രമീ ഞാൻ ഒഴുകി, അതാണ് കേട്ടോ. അത് മോള് തെറ്റിപ്പാടിയെന്നൊരു സംശയം. പിന്നെ ആലാപ്പ് വൃത്തിയാക്കാം കേട്ടോ. അറിയാതെ നീ അറിയാതെ, അത് ആ സംഗതി ആ സമം തള്ളി പാടി നോക്കിയാലേ കറക്റ്റായിട്ട് ഒന്ന് തള്ളി വീഴുള്ളൂ. ഒന്ന് പാടി നോക്കുന്ന അറിയാതെ പാടിക്കേ. ഇപ്പൊ സമത്തി പാടി മോള് താളം ഇടൂ. നീ അറിയാതെ സമം തള്ളിയിട്ട് അത് കഴിഞ്ഞെടുത്തെങ്കിലേ കറക്റ്റായിട്ട് അതിൽ വന്ന് പല്ലവി തുടങ്ങുന്ന പോലെ നിൽക്കും. ഇപ്പോഴും സമത്തില്ല എന്ന് പാടണ എങ്കിലേ വരുള്ളൂ. മനസ്സിലായോ? തള്ളി വരണമെങ്കിൽ ആ സംഗതി ആ കറക്റ്റ് സ്പീഡിൽ വന്ന് അതിൽ വീഴുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോണേ. പിന്നെ നവ്യഭാവ തരംഗം, അത് തന്നെ കേട്ടോ. ക്ലാരിറ്റി വന്നാൽ മതി. ഒരു സംഗതി പാടിയില്ലല്ലോ മോളിടയ്ക്ക്, മാറിയില്ല. ഇങ്ങനെ പഠിച്ചതിനകത്ത് കുറച്ച് മോള് പഠിപ്പിച്ചു തന്നാൽ മോക്ക് നന്നായിട്ട് ഇനിയും ഇമ്പ്രൂവ് ചെയ്ത് ഇനിയും പാടാൻ പറ്റും. പക്ഷെ നേരെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഇത് മോക്ക് കുറച്ച് പോയിരിക്കുന്നത് കേട്ടോ. ജസ്റ്റ് എത്ര തവണ കേട്ട് കാണും ഈ പാട്ട്? ഒരുപാട് പ്രാവശ്യം കേട്ടാ? മോള് പാടി റെക്കോർഡ് ചെയ്ത് നോക്കിയോ? അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് തോന്നിയിരുന്നോ? അങ്ങനെ വേണം പഠിക്കാൻ കേട്ടോ. പാട്ട് പഠിച്ചിട്ട് സ്വന്തമായിട്ടൊന്ന് പാടി റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കണം. അപ്പോൾ നമ്മൾ ഒറിജിനലിൽ നമ്മൾ എന്തൊക്കെ വിട്ടുപോയി എന്നുള്ള അത് പക്ഷെ അത്രയും കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിലേ മനസ്സിലാവുള്ളൂ കേട്ടോ. അങ്ങനെ ചെയ്തു നോക്കും. നല്ല ശബ്ദം, നന്നായിട്ട് പാടുന്ന നല്ല ടാലൻ്റ് ഉണ്ട് മോൾക്ക് കേട്ടോ. പക്ഷെ പഠിക്കുന്ന പ്രോപ്പറായിട്ട് പഠിക്കുക കേട്ടോ. താങ്ക് യു ചേച്ചി. സുജാത ചേച്ചി. ചിത്ര ചേച്ചി ഡീറ്റെയിൽഡായിട്ടൊരു ക്ലാസ് പോലെ പഠിപ്പിച്ചു തന്നു. ഇതുപോലെ ഈ ക്ലിയർ ആയിട്ട് മോൾ പഠിച്ച മോൾക്ക് ഇത് പാടാൻ പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ സോങ് മോൾക്ക് അത്ര ഒരു റൈറ്റ് ചോയ്സ് ആയിരുന്നില്ല. ഓരോ ആൾക്കാർക്കും ഓരോ കഴിവാണ്. മോളുടെ കഴിവ് വേറെയാണ്. കുറച്ച് ഒരു ലൈറ്റർ സംഗതീസ്, എക്സ്പ്രഷൻ, അതൊക്കെയാണ് മോളുടെ കഴിവ്. മായാമഞ്ചലിൽ എനിക്കത് സ്റ്റിൽ എൻ്റെ മായാമഞ്ചലിൽ എന്ന് പറഞ്ഞപ്പോൾ മോളെയാണ് ഓർമ്മ വരണത്. കുറേ പ്രാക്ടീസ് ചെയ്തോന്ന് എനിക്കൊരു കുറച്ച് ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്തോന്ന് സംശയമുണ്ട്. കാരണം നമ്മളൊക്കെ ഒരു ഷോയിന് പോയി കുറേ പാടിക്കഴിഞ്ഞ് അവസാനം ആകുമ്പോഴേക്കും ചെറിയൊരു വോയിസ് ഒരു മാതിരി സ്പ്ലിറ്റ് ആവും. അപ്പോൾ നമുക്ക് കുറച്ച് കൺട്രോൾ പോവും. അതുപോലെയാണ് എനിക്കിപ്പോൾ കേൾക്കുമ്പോൾ തോന്നണേ. ആ ഒരു കൺട്രോൾ ഇല്ലാതെയാണ് മോള് പാടിയത് സംഗതികൾ. അതുകൊണ്ടാണ് ആ ക്രിസ്പായിട്ട് സംഗതിയൊന്നും വീഴാതിരുന്നത്. പിന്നെ ഓഫ് കോഴ്സ് പഠിച്ചതിലും കുറേ തെറ്റുണ്ടായിരുന്നു. നമ്മൾ നമ്മുടെ സ്ട്രെങ്സ് അറിഞ്ഞ് സോങ് എടുക്കണം. ഈ പാട്ട് ചൂസ് ചെയ്യണ്ടായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം
മോളുടേത് ബെസ്റ്റ് ആയിരുന്നില്ല. യു ക്യാൻ സിങ് മച്ച് ബെറ്റർ. താങ്ക് യു ചേച്ചി. താങ്ക് യു താങ്ക് യു ചേച്ചി. സ്റ്റീഫൻ ചേട്ടാ. കുഴപ്പമില്ല, താങ്ക് യു സർ. പാടിയതിലൊക്കെ കുറേ ഇതിനെങ്കിലും നീ നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് ഗുഡ്. ഓക്കെ, യു ട്രൈഡ് യുവർ ബെസ്റ്റ്. എനിക്ക് അങ്ങനെ തോന്നിയത് ഷാലറ്റിന് എടുക്കാൻ പറ്റുന്ന ചില പാട്ടുകളൊക്കെ ഷാലറ്റ് ഇവിടെ നല്ല മാജിക് ക്രിയേറ്റ് ചെയ്തിട്ട് സ്റ്റേജിൽ അല്ലേ. യു ഹാവ് ഡൺ സോ മച്ച് ഓഫ് അമേസിങ് മാജിക് ഹിയർ. സോ അത് ഇനിയും പോരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു സർ. അപ്പോൾ അങ്ങനെയുള്ള പാട്ടുകൾ ചൂസ് ചെയ്യുക ആൻഡ് കം ബാക്ക് വിത്ത് വെരി സ്ട്രോങ് സോങ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അങ്ങനെ ഷാലറ്റ് ഇവിടെ പാടിയതിൽ ഏറ്റവും നന്നായി പാടിയ പാട്ട് ഏതായിരുന്നു? മാലയം പാടി ചേച്ചി, മാലയം പാടി. ആ അത് നല്ലോണം പാടി. അയ്യോ ഇനി വേണ്ട, അതിനിപ്പോൾ പാടണ്ട. ചിത്ര ചേച്ചിക്ക് ഒരു നല്ല പാട്ട് കേൾപ്പിക്കണം എനിക്ക്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് നീ പാടുന്നത്. റെഡി, കം ഓൺ. 2 3 4. അല്ലെങ്കിൽ ചിത്ര ചേച്ചിയും കുറച്ചുകൂടെ പാടും. ഇതാണ് ഞങ്ങളുടെ ഷാലറ്റ്. യെസ്, സൂപ്പർ ഷാലറ്റ്. താങ്ക് യു സർ. ഇവിടെ അടുത്തൊരു നല്ല നല്ല നിനക്ക് നീ കൊയ്തിട്ട് വാ, ഞങ്ങളെ ചെത്തി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് തരാൻ വേണ്ടി ഒരു പാട്ട്. ഓക്കെ, ഓക്കേ. താങ്ക് യു സർ. ഐ തിങ്ക് ആവശ്യത്തിന് എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഐ തിങ്ക് ഷാലറ്റ് സെലക്ഷൻ ഓഫ് സോങ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അത്രേ ഉള്ളൂ. ആൻഡ് ഷാലറ്റിന് പറ്റും എന്നുള്ളത് ഓൾറെഡി തെളിയിച്ചു കഴിഞ്ഞു. നല്ല നല്ല പാട്ടുകൾ പാടി. ആൻഡ് മേക്ക് ഷുവർ അത് അത്രയും സ്ട്രോങ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെ ആയിരിക്കണം. ഇറ്റ്സ് ഓക്കെ, യുവർ അറ്റംപ്റ്റ് ഇസ് ഓൾവേസ് ഗുഡ്. താങ്ക് യു സർ. ഗുഡ് ലക്ക് ആൻഡ് കീപ് മേക്ക് എന്താണ് എപ്പോഴും നല്ല നല്ല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സോങ്സ് ട്രൈ ചെയ്യാനുള്ള ഒരു മൈൻഡ് ഉള്ളത് ഇസ് ഗുഡ്. സോ ഹാറ്റ്സ് ഓഫ് ഫോർ ദാറ്റ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ചേട്ടാ. ഓക്കെ അപ്പോ ഇനി മാർക്സ് അറിയാം. ഓക്കെ ഓക്കെ, വരൂ. അപ്പൊ മാർക്സിലേക്ക് കിടക്കാം. സോ വിജയ് ചേട്ടാ. സാഡ്ലി ഇത്രേ എനിക്ക് തരാൻ പറ്റുള്ളൂ ബിക്കോസ് ഓഫ് ദിസ് പെർഫോമൻസ്. 7 marks. താങ്ക് യു സർ. Thank you. Okay. സുജാത ചേച്ചി. വീണ്ടും പോയി ഇട്ട് കഴിഞ്ഞു പോയി. ഇനി ഒന്നും ഒന്നും ചെയ്യാൻ പറയണ്ട. പറ്റില്ല. ഇനി ഒന്നും ചേച്ചി, ചെയ്യാൻ ഒന്നും പറ്റില്ല. ചെയ്യണ്ട, ഒന്നും ചെയ്യണ്ട. വീണ്ടും ഒരു ഇതൊരു ട്രഡീഷനായി മാറ്റുകയാണ് നമ്മൾ. 7.5. സ്റ്റീഫൻ ചേട്ടന്റെ സ്റ്റീഫൻ മാർക്ക്. ചേട്ടൻ മാർക്സ്. ചേച്ചി അവിടെ ഇട്ടോ, ചേച്ചി അവിടെ ഇട്ടോ. ഓക്കെ, 7.5. 22. ഓക്കെ, അപ്പോൾ അടുത്ത പെർഫോമൻസ് നന്നാക്കി വരും. തകർക്കാം. ഓക്കെ Okay, all the best. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സോ ഈ എപ്പിസോഡിലെ രണ്ടാമത്തെ കണ്ടസ്റ്റന്റ് അമൽ അമൽ റോയ്. റോയ്. ഹലോ. എന്തൊക്കെ പുതിയ കാര്യങ്ങൾ ആലോചിച്ചിട്ടാണ് ഈ വരവ്? അപ്പൊ പുതിയ സ്റ്റെപ്പ്, പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കയ്യില്? ഓഹോ, ഇത് ഉണ്ടായേക്കാം. ഉണ്ടായേക്കാം. പക്ഷെ ഇത് ക്വാർട്ടർ ഫൈനലാണെന്ന് മറക്കരുത്. അതെ, അത് ആലോചിച്ചിട്ട് വേണം ഓരോന്നും ചെയ്യാൻ. അതെ, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം. പേടിച്ചു പോയി. പേടിക്കുക, ബെസ്റ്റ് ആള്. അല്ല, അഭിനയാണ് എന്തായാലും. അതെ, സോ ക്വാർട്ടർ ഫൈനൽ. സോ ഏത് റൗണ്ടാ ചൂസ് ചെയ്തിരിക്കണേ? ഞാൻ സിംഗ് വിത്ത് സ്റ്റാർസ് എന്ന് പറഞ്ഞുണ്ട്. സിംഗ് വിത്ത് സ്റ്റാർസ്. ഏത് ഓക്കെ, സ്റ്റാറിന്റെ കൂടെയാണ് പാടാൻ പോകുന്നത്? അത് ഞാൻ എന്റെ സ്റ്റൈലിൽ പറഞ്ഞ പോലെ. സ്റ്റൈലിൽ പറഞ്ഞാൽ സ്റ്റൈലില് മതിയോ? പറഞ്ഞാൽ മതി. എന്റെ സ്റ്റൈലിൽ പറഞ്ഞാലേ എന്റെ കൂടെ പാടുന്നതിന്റെ പേര് വരുള്ളൂ. ഓക്കെ, എന്നാ സ്റ്റൈലിൽ പറയൂ, നമുക്ക് കോമ്പറ്റീഷൻ അതെ, തുടങ്ങണ്ടേ? വേഗം ആ, പറയാൻ കേട്ടാ. ഇനി 1 2 3 പറയാൻ സ്റ്റാർട്ട് ഒക്കെ പോകണായിട്ട് അവനെന്തോ വലിയ വൻ ബോംബ് ഇടാൻ പോണ പോലെയാണ്. അത് പറയടാ. റെഡി? ആ, 1 1. 2 3 അതിനൊരു ടൈമിംഗ് ഒക്കെ വേണം നിനക്ക്. അല്ല. എൻ്റെ അമ്മോ. ആ, റെഡി? പറ. 1 Ready? 2 1 2 3. ആ ആ എവിടെ?
ആ പേര് പറഞ്ഞാലല്ലേടാ മനസ്സിലാവുള്ളൂ ആരെയെന്ന്. ഈ കുട്ടിയുടെ പേരാണോ? അതെ, ആണോ? എടാ പേര് പറയടാ. ഒരു ഫീല് വേണ്ടേ വരാൻ നീ ഇപ്പൊ തന്നെ ഫീൽ ഇപ്പൊ തന്നെ നിനക്ക് ഫീലൊക്കെ തുടങ്ങിയ. അല്ല, നീ ഇപ്പോഴും പേര് പറഞ്ഞില്ല. ഈ ചേച്ചിയുടെ പേരെന്താ? പാർവതി ചാച്ചി. ഇതിനെക്കാട്ടിലും നല്ലത് പറയാണ്ടിരിക്കായിരുന്നു. അതെ, ഒരു മിനിറ്റ്. അമൽ ഇവിടുന്ന് എന്തായാലും തീരൂല. കാണിച്ചിട്ടാണ് പാർവതി ചേച്ചി എന്ന് പറയുന്നത്. പാർവതി ചാച്ചി. കൈ പിടിച്ചിട്ട് ഒരു പാടാ. റെസ്പെക്റ്റോട് കൂടിയൊക്കെ പറയൂ. പാർവതി ചേച്ചിയാണ് എൻ്റെ കൂടെ പാടുന്നത്. വെരി ഗുഡ്. സൂപ്പർ ജൂനിയറിലെ സെക്കൻഡ് സീസൺ വിന്നറാണ്. ബാക്ക് ടു ദ ഫാമിലി അല്ലേ? നമ്മൾ ഓഡിഷൻസിൽ കണ്ടു. അപ്പൊ എല്ലാരെയും സപ്പോർട്ട് ചെയ്യാൻ അപ്പൊ വന്നതായിരുന്നു. പിന്നെയും ഇവിടെ വന്നിരിക്കുകയാണ് അമലിനെ സപ്പോർട്ട് ചെയ്യാൻ. ഒരുപാട് സന്തോഷം. ഈ സെറ്റിലെ പണ്ടത്തെ അതേ ഓർമ്മയാണ്. ഇവിടെ വരുമ്പോൾ ഇപ്പോഴും അതേ ആ നെർവസ്നെസ്. പിന്നെ വിജയ് ചേട്ടനെ കുറേ കാലത്തിന് ശേഷം കാണുകയാണ്. ഒരുപാട് സന്തോഷം. ആൻഡ് ഗുഡ് ടു ഹാവ് യു ബാക്ക് പാർവതി. താങ്ക് യു ചേട്ടാ. ഒരുപാട് സന്തോഷം ഈ സെറ്റിൽ വന്ന് പാടില്ലായിട്ട്. അമൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. റിഹേഴ്സലൊക്കെ നല്ല രസമായിരുന്നു. മനസ്സിലായി. ഞങ്ങൾക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ, ഇമാജിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. എനിക്കിങ്ങനെ ഒരു ഈ നല്ലൊരു സീസണിൽ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. അപ്പൊ അമൽ ഇപ്പോഴും പാട്ട് പറഞ്ഞില്ലല്ലോ. അതെ, ഞാൻ ആ പാടിയപ്പോ മനസ്സിലായില്ലേ? അത് വിളിക്കാൻ പോകുന്നല്ലേ പറഞ്ഞേ. പാടിയപ്പോ മനസ്സിലായില്ല ഇതാണ് പാടാൻ പോണെന്ന്. പക്ഷെ ഇപ്പൊ നീ പറഞ്ഞപ്പോ മനസ്സിലായി. അതെ, ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇല്ല, പാട്ടിലേക്ക് കിടക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. കരളി നിൻ കൈ പിടിച്ചാൽ കടലോളം വിണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വിൺതിരാവ് മന്ത്രകോടി നെയ്തുറങ്ങി പള്ളിമേട് പൂത്തുറങ്ങി കാരുണ്യ തിരികളൊരുങ്ങി മംഗല്യ പന്തലൊരുങ്ങി ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ. കരളി നിൻ കൈ പിടിച്ചാൽ കടലോളം വിണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വിൺതിരാവ് ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ.
കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺതിറാവ് മിഴികളെന്തിനാണു വേറെ മൃദുലമീ കരങ്ങളില്ലേ അരികിലിന്നു നീ ഇല്ലയോ എന്തു ചൊല്ലി യാത്രയോതുമിന്നു ഞാൻ കടന പൂർണ്ണമിൻ വാക്കുകൾ നീയില്ലാ ജന്മമുണ്ടോ നീ അറിയാ യാത്രയുണ്ടോ നീ അണയും രാവു തേടി ഞാനിവിടെ കാത്തു നിൽക്കാം പോയി വരുവോളം നിനക്കായി ഞാൻ തരുന്നിതൻ മനം അലീന 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 കരളേ നിൻ കൈ പിടിച്ചാൽ കടലോളം വെണ്ണിലാവ് ഉൾക്കണ്ണിൻ കാഴ്ചയിൽ നീ കുറുകുന്നൊരു വെൺതിറാവ് ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ ഇന്നു വരും നീ തിരികെ ഇന്നു വരും നീ പാർവതി യെസ് തകർത്തു. അതെ ജൂനിയർ ആൻഡ് സീനിയർ അതെ വൺസ് ജൂനിയർ വൺസ് ജൂനിയർ ഇപ്പൊ സീനിയർ ആണ്. എന്തായാലും റൊമാൻസ് പൊളിച്ചു, അടിപൊളി. അതെ. നമുക്ക് എന്തായാലും ഒറ്റ കാര്യം, ഒരു സ്റ്റെപ്പ് ഞാൻ മിസ്സായി. എവിടെ സ്റ്റെപ്പ് പ്രതീക്ഷിച്ചു? സ്റ്റെപ്പ് അവനിങ്ങനെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ഒരു ആട്ടം ഉണ്ടായിരുന്നു. പേടിപ്പിച്ചവൻ അത് ഞാൻ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഒന്ന് നോക്കി. അത് നിന്നത് കൊണ്ടാണ് അവൻ നന്നായിട്ട് അവൻ പാടി. അമൽ നീ സ്റ്റെപ്പ് ഇട്ടാ ഇനി നീ സ്റ്റെപ്പ് ഇട്ടോ. ഇനി മുതൽ ഇനി നീ സ്റ്റെപ്പ് ഇട്ടോ എന്ന് വെച്ചാൽ നീ അത്ര അസലായിട്ട് പാടിയെന്നു. ഓക്കേ. ഇനി നീ പാട്ട് പാടുമ്പോൾ സ്റ്റെപ്പ് ഇട്ടോ, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടടാ. അല്ലെങ്കിൽ നീ നന്നാവും പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും. ഓക്കെ ഓക്കേ. അപ്പൊ യെസ് വിജയ് ചേട്ടാ ഭയങ്കരമായിട്ട് പാടിയെന്നു. നിന്റെ വൺ ഓഫ് യുവർ ബെസ്റ്റ് പെർഫോമൻസസ് ആയിരുന്നു. ആൻഡ് ഈ പാട്ട് അത്രയും നിസ്സാര ഒരു പാട്ടുമല്ല, ഒരു ഹാർട്ട് പിയേഴ്സിങ് ടൈപ്പ് ഓഫ് ഒരു മെലഡിയാണ്, കമ്പോസിഷനാണ്. വിദ്യാസാഗർ സാറിന് ഒരു വലിയൊരു അപ്ലോസ് ഫോർ ദിസ് സോങ്. ഞാൻ അലീന പൊളിച്ചു 2 പ്രാവശ്യവും. പിന്നെ പൊളിക്കാത്ത ഒരു കാര്യമുണ്ട്, അത് പറയാം. ഏതാണെന്ന് അറിയാം? ഏതാണ്? ഓ ബേസ് ഫുൾ. അത് നീ പാടി ഫുൾ എന്താ അങ്ങനെ എന്തോ പാടിയത്. അത് പോയില്ല. പക്ഷെ എന്നാലും അലീന made up for all that. Was superb. താങ്ക് യു. അവളെ പറ്റി പിന്നെ പറയേണ്ട ആവശ്യമില്ല. എന്താ വെച്ചാൽ ഞാൻ ലാസ്റ്റ് ഇവിടെ ഈ ജഡ്ജിങ് പാനലിൽ ഇരുന്ന് എം ജെ ചന്ദ്രൻ ചേട്ടൻ്റെ കൂടെ ആ സീസണിൽ എന്താ പറയുക വിന്നറാണ് അവൾ. സോ ഞാൻ അവളെ കണ്ടിട്ടുണ്ട് കൊച്ചിലെ തൊട്ട്. അന്നും അവൾ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് കൂളായിട്ട്, അവളെ പോലെ കുറേ കൊച്ച് പാർവതികളാണ് ഇപ്പോൾ നമ്മുടെ സീസണിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൾ സോ ഒരു പ്ലേ ബാക്ക് സിംഗറായിട്ട് ഇപ്പോൾ തിരിച്ചു വന്നതിൽ താങ്ക് യു മാഡം ഫോർ കമ്മിങ്. പ്ലേ ബാക്ക് സിംഗിങ് സാധാരണ പോലെയല്ല. കാരണം റഹ്മാൻ സാറിന്റെ കാവ്യത്തലൈവന്റെ മലയാളം വേർഷനിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറേ പാട്ടുകളൊക്കെ പാടാൻ ഇടയാവട്ടെ. ആൻഡ് ഗോഡ് ബ്ലെസ്. ആൻഡ് അത്രയും നല്ലതായിട്ട് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ചിത്ര ചേച്ചി.
പാറക്കുട്ടി ഇപ്പൊ സത്യം പറഞ്ഞ എനിക്ക് ജൂനിയർ എന്ന് വിളിക്കാനേ തോന്നുന്നുള്ളൂ കേട്ടോ, അത്രേ ഉള്ളൂ. നീളം വെക്കില്ല. മോനു അസലായിട്ട് പാടി. ആ കുറുമ്പൊക്കെ അവിടെ ഇരുന്നോട്ടെ, അതൊക്കെ കൂടെ ഉണ്ടെങ്കിലേ രസമുള്ളൂ. കുട്ടിയായിട്ടിരിക്കണ്ടേ അല്ലേ? അതൊക്കെ കൂടെ വന്നോട്ടെ, സാരമില്ല കേട്ടാ. പിന്നെ കുറച്ചുകൂടി ഒരു സ്റ്റാമിന ഉണ്ടാക്കണം. മോൻ ഭക്ഷണമൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ടോ? കഴിക്കുമ്പോഴേ നമ്മിപ്പോ തടി എന്തെങ്കിലും നമ്മൾ ചോദിച്ചാൽ എക്സ്പ്ലനേഷൻ വരും, കഥ വരും, അത് കേട്ടോളൂ. അത് നമ്മ കഴിക്കുമ്പോ നമ്മ തടി വെക്കൂലേ, തടി വെക്കുമ്പോ പൊക്കം വെക്കും തോറും ചുരുങ്ങി വരും. നിനക്ക് പൊക്കണ്ടെന്ന് ആരാ പറഞ്ഞേ? നീ ഇന്ന് നന്നായിട്ട് പാടിയെന്ന് മാത്രമല്ല, ഏറ്റവും ഇതുവരെ ഉള്ള ബെസ്റ്റ് എക്സ്പ്ലനേഷൻ ഇന്നായിരുന്നു. കൊള്ളാം. അതായത് കഴിക്കുമ്പോ നമ്മൾ ഇങ്ങനെ വണ്ണം വെക്കും, വണ്ണം ഹൈറ്റ് വെക്കുന്നതോറും മെലിയും. വണ്ണത്തിന്റെ എനർജി ഒക്കെ നമ്മുടെ ഹൈറ്റിലോട്ട് പോണേല്ലേ. എടാ നിന്റെ പേരെന്താ? നിന്റെ പേര് ഡോക്ടർ ഡിക്രൂസ് എന്നാണോ? നീ പുതിയ കണ്ടുപിടുത്തങ്ങളൊന്നും കണ്ടുപിടിക്കരുത്. മതിയായില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. അല്ല, അത് ഏറ്റവും വലിയ രസം. ഇതാണ് ഇവിടെ നടക്കാറ്. അമലിൻ്റെതായ കുറെ തിയറീസ്. അടുത്ത നമ്മൾ ആൽബർട്ട് ഐൻസ്റ്റീനെ ഞങ്ങൾ കൊണ്ടുവരുന്ന ഒരാളാണ്, പാട്ടുകാരൻ മാത്രമല്ല. ഞാൻ ആൻറ്റി ഇത് എന്താ പറയാൻ കാര്യം എന്നറിയോ? ഒരു ഫ്രേസ് പാടുമ്പോൾ അത് ഫുൾ കംപ്ലീറ്റ് ചെയ്യണം. അനുപല്ലവി ഇല്ലേ, ചരണം ആ പോർഷൻ ഇല്ലേ, അതൊന്ന് ഫസ്റ്റ് ലൈൻ ഒന്ന് പാടിക്കാൻ മോനത് കംപ്ലീറ്റ് ചെയ്യാൻ. അത് സ്റ്റാമിന ഇല്ലാത്തോണ്ടല്ല, അവന്റെ ആ കുറുമ്പ് പറഞ്ഞില്ലേ, അത് കാരണമാണ്. ഇനി വരും വസന്തരാവിൽ നിന്റെ സ്നേഹജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും. ഇപ്പം അസലായിട്ട് പാടി കേട്ടോ. നേരത്തെ അതെനിക്ക് കംപ്ലീറ്റ് ആകാണ്ട് നിർത്തിയ പോലെ തോന്നി ഫ്രേസസ് ഒക്കെ കേട്ടോ. പിന്നെ ഇനി വരുവോളം അവിടെ നോട്ട്സ് ക്ലാരിറ്റി തോന്നി കേട്ടോ. അതുപോലെ അലീന മോനെ ഒറ്റ ഇതിൽ പാടാൻ പറ്റില്ലെങ്കിൽ അലീന പാടിയാലും കുഴപ്പമില്ല, അങ്ങനെ മുറിച്ചാലും തെറ്റില്ല. പക്ഷെ ആ വാക്കിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവച്ച് മുറിക്കുന്ന ഒരു വൃത്തിയാണ് കേട്ടോ, അത് സൂക്ഷിച്ചാണ്. അലീനാന്ന് പാടി അത് അങ്ങനെ ആയിപ്പോണ്ട് നോയിക്കോണം. നമുക്ക് ബ്രെത്ത് മാനേജ് ചെയ്യാനും കൂടെ നിങ്ങൾ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അലീന അലീനാന്ന് പാടാം. അത് ആലോചിച്ചിട്ട് അതൊക്കെ ബ്രില്യൻ്റ് ആയിട്ട് പ്ലാൻ ചെയ്യണം നേരത്തെ കുട്ടി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ചക്കരയായിട്ട് പാടാം. ചേച്ചി ആദ്യം തന്നെ നമ്മുടെ പാറുക്കുട്ടിക്ക് താങ്ക്സ്. ഞങ്ങളുടെ കൂടെ ഇവിടെ വീണ്ടും വന്ന് കുട്ടികളെ എൻകറേജ് ചെയ്തതിന്. ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, ഞങ്ങളുടെ സെലക്ഷൻ സമയത്തും പാർവതി വന്നിരുന്നു. അന്നേ ഞാൻ പറഞ്ഞത് ഞാൻ ഭയങ്കരമായിട്ട് ഈ ജനറേഷനിൽ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു സിംഗറാണ്. താങ്ക് യു. സോ പാർവതിക്ക് താങ്ക്സ് അഗെയിൻ. ആൻഡ് ഓ കണ്ണ, യു സാങ് ലൈക്ക് എ ഡ്രീം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര ഇഷ്ടമായി. ഈ പാട്ടിനെ ഒരു മാജിക് ഉണ്ട്. അത് മോൻ ശരിക്കും അത് അതിൻ്റെ ആ ഫ്ലേവർ, ആ എക്സ്പ്രഷൻസ് ഒക്കെ ശരിക്കും കറക്റ്റായിട്ട് പാടിച്ച്. ഏതൊക്കെ സ്ഥലങ്ങളിലാണ് നമ്മുടെ ഉള്ളിലേക്ക് അടിച്ചിങ്ങനെ അറിയാവുന്നത്, ആ സ്ഥലങ്ങളൊക്കെ ശരിക്കും കിട്ടി. ഞങ്ങൾക്ക് അത് മതി, എനിക്കത് മതി. ആക്ച്വലി കുറച്ച് തെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് ഇറ്റ് വാസ് ഗ്രേറ്റ്. ഹായ് പാർവതി, ചേട്ടാ താങ്ക് യു. അസലായിട്ട് പാടി കേട്ടോ. നല്ല പ്രൊഫഷണൽ ടച്ച് ഉണ്ടായിരുന്നു. പ്രൊഫഷണൽ സിംഗർ. ഓക്കെ മാഞ്ഞേ പൊരിച്ചു. നേരത്തെ വിജയചേട്ടൻ പറഞ്ഞ മാതിരി പെർഫോം ചെയ്താലേ വൺ ഓഫ് ദ ബെസ്റ്റ് സോങ് ശരിക്കും. ഈ പാട്ടിനൊരു മാജിക് ഉണ്ട്. ഈ പാട്ടിൻ്റെ ഫുൾ ക്രെഡിറ്റ്സ് വിദ്യാസാഗർ സാർക്കും കൈതപ്ര സാർക്ക് തന്നെയാണ്. കാരണം അങ്ങനത്തെ ഒരു പാട്ട്, ഇതൊക്കെ 1000 പാട്ട് എടുക്കുകയാണെങ്കിൽ ഒരു പാട്ട് ഇതിലുണ്ടാവും. അങ്ങനെ ഇതന്നെ പാടി വെച്ച ദാസേട്ടനും ആൻഡ് ദ ഫീമെയിൽ സിംഗർ പ്രീത. സോ ഓൾ ക്രെഡിറ്റ് ഗോസ് ടു. നമ്മളിത് വി ആർ ജസ്റ്റ് റിപ്ലിക്കേറ്റിംഗ്, നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ നന്നായി ഡെലിവർ ചെയ്തു. ഫീല് നല്ല ഉണ്ടായിരുന്നു. ഈ പാട്ടിൻ്റെ ഫീൽ എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലെങ്കിൽ ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ പ്ലാസ്റ്റിക്. ബട്ട് ഐ ഹാവ് ടു സേ ദാറ്റ് ഇവിടെ ഒരു മാജിക് ക്രിയേറ്റഡ് ആയി. സോ താങ്ക് യു അമൽ ആൻഡ് പാർവതി ഫോർ മേക്കിംഗ് ദാറ്റ് മാജിക് ഓൺ ദ സ്റ്റേജ്. കീപ് ഇറ്റ് അപ്പ്. നീ കൈ ഇളക്ക് കാലിളക്ക് മര്യാദയ്ക്ക് പാടണം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഫീൽ ഫ്രീ, ഡു യുവർ ബെസ്റ്റ് ആൻഡ് ബ്രിങ് നെക്സ്റ്റ് ടൈം അനദർ മാജിക്. താങ്ക് യു. ഈ അലീന എന്നുള്ള പോർഷൻ വലിയ വലിയ ചേട്ടന്മാർ പാടി കേട്ടപ്പോൾ പോലും ഇത്രയും ഫീൽ ഉണ്ടായിട്ടില്ല കേട്ടോ. അത് വലിയൊരു ക്രെഡിറ്റ് ആടേ.
അപ്പൊ നമുക്ക് അനീനയ്ക്ക് മാർക്ക് നോക്കാം. ഓക്കെ, സോ വിൽ വിജയ് സ്റ്റാർട്ട്. ചേട്ടാ. യെസ്. 9 marks. Thank you. സുജാത ചേച്ചി. 9. 9. And yes, Stephen ചേട്ടാ. 27. അപ്പൊ ഹാപ്പി ആയില്ലേ? ഓക്കെ, പിന്നെ ഹാപ്പി ആവാതിരിക്കുമോ? അപ്പൊ ഏറ്റവും പൊക്കത്തിലല്ല എങ്ങനെ ഇരിക്കണേ. അതെ. അപ്പോ പാർവതി, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. യെസ്. അപ്പോ പോവാനായിട്ടില്ല, നമുക്ക് ഒന്നുകൂടി ഓക്കെ അല്ലേ? കാണണം. യെസ്. അപ്പൊ നമ്മൾ വീണ്ടും വിളിക്കുന്നതായിരിക്കും പാർവതിനെ. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോ നമ്മുടെ തേർഡ് കണ്ടസ്റ്റന്റ് ആൻ ബെൻസൺ. ആൻഡ് ബെൻസൺ. ഭയങ്കര സന്തോഷത്തിലൊക്കെയാണല്ലോ. അത് അഞ്ജലി മനസ്സിലായില്ലേ? ഈ ഓടി വന്ന എന്തിനാ മനസ്സിലായില്ലേ? റെഡി ആയിട്ട് നിൽക്കാണ് പെർഫോം ചെയ്യാൻ. കണ്ടില്ലേ? ഡാൻസ് ഒക്കെ തുടങ്ങിയല്ലോ. ആ, ഡാൻസ് ഒക്കെ തുടങ്ങി. അപ്പൊ ഇനി കൂടുതൽ നോക്കണ്ട, നമുക്ക് വേഗം റൗണ്ട്സിലേക്ക് കിടക്കാം. ഓക്കെ. ഏത് റൗണ്ടാ? ഞാൻ സ്കൂൾ ചോയ്സ്. സ്കൂൾ ചോയ്സ്. സ്കൂൾ ചോയ്സ്. ഇതെന്താ, പ്രോപ്പർട്ടി ആണോ? ആ, ഏത് സ്കൂളാ മോളെ പറയൂ? ഞാൻ ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂൾ. നമുക്ക് ആ വീഡിയോ കാണാം. കാണാം. ഓക്കേ. ഇതാണ് എൻ്റെ സ്കൂൾ, ക്രൈസ്റ്റ് നഗർ സെൻട്രൽ സ്കൂൾ. എൻ്റെ ഫ്രണ്ട്സിനെയും ടീച്ചേഴ്സിനെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് എൻ്റെ ബ്യൂട്ടിഫുൾ ക്ലാസ് റൂം. ഇവിടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്. ക്ലാസ് ടീച്ചർ താര മാം. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ആൻ ബെൻസൺ എന്ന് പറയുന്ന കുട്ടി ഒരു അത്ഭുതമാണ്. ന്യൂമോണിയ പിടിപെട്ട് വളരെ ക്രിട്ടിക്കലായിട്ട് ICUവിൽ കിടക്കുന്ന ഒരു അവസ്ഥ ആനിനുണ്ടായിരുന്നു. ആ സങ്കടത്തിൽ നിന്നും ആൻ എത്തിച്ചേർന്നത് സൂപ്പർ സ്റ്റാർ ജൂനിയറിൻ്റെ ഫ്ലോറിലേക്കാണ്. ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിലും അവൾ മുമ്പിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. ഒത്തിരി ഭാവിയുള്ള ഒരു കുട്ടിയാണ്. ഇനി നമുക്കൊരാളെ പരിചയപ്പെടാം. ഗുഡ് മോർണിംഗ് ഫാദർ. ഇതെൻ്റെ വൈസ് പ്രിൻസിപ്പൽ ജോസഫ് ഫാദർ. അമൃത TV-യുടെ സൂപ്പർ സ്റ്റാർ ജൂനിയർ എന്ന പ്രോഗ്രാമിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഞങ്ങളുടെ കൊച്ചു മിടുക്കി എത്തിയിരിക്കുകയാണ് ആൻ ബെൻസൺ. ഞങ്ങൾക്കെല്ലാവർക്കും വളരെയധികം സന്തോഷമുണ്ട്, ഒപ്പം പ്രതീക്ഷയും. തീർച്ചയായിട്ടും ആനിനെ ഞങ്ങളുടെ സ്കൂളിലേക്ക് കിട്ടിയതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മ്യൂസിക് ട്രൂപ്പും ഡാൻസ് ടീച്ചേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഇതെൻ്റെ ഡാൻസ് ടീച്ചർ രാജി ടീച്ചർ. പിന്നെ ഇതെൻ്റെ പ്രിയ ടീച്ചർ, ഡാൻസ് ടീച്ചറാണ്. ഇത് അമ്മ, പാട്ട് പഠിപ്പിക്കുന്നത് അമ്മ തന്നെയാണ്. ഇതാണ് കൊയർ ടീം. ഇത് സാമുവൽ സാർ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിപ്പിക്കുന്നതാണ്. സ്കൂൾ ചോയ്സ് റൗണ്ടിലേക്ക് ആനിന് പാടാൻ ഉദ്ദേശിക്കുന്ന സോങ് ഞങ്ങൾ ഹം ദിൽ ദേ ചുക്കേ സനം എന്ന ഫിലിമിലെ നിമുടാ 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 അരെ കാച്ച കാച്ച ഛോട്ടാ ഛോട്ടാ നിമുടാലായിദു. ഓക്കേ, ഹം ദിൽ ദേ ചുക്കേ സനം എന്ന് പറയുന്ന സിനിമയിലെ പാട്ടാണ്. അതെ. സോ അപ്പൊ അതാണ് അതിന്റെ ഡാൻസിന്റെ ഒക്കെ ഒരു കാര്യം ഉണ്ടായിരുന്നു അല്ലേ? നമ്മുടെ ഐശ്വര്യ റായി ആണ് കൂടെ. ശരിയാ. എനിക്കൊരു കാര്യം പറയാനാണ്. എന്താണ് ആ കാര്യം? അന്ന് അവർ സ്കൂളിൽ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ എൻ്റെ ഫാദർ ഇല്ലായിരുന്നു. ഫാദർ ബിനോ പട്രിക്കലം. അന്ന് വൈസ് പ്രിൻസിപ്പൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഈ സോങ് ഞാൻ എൻ്റെ ഫാദറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഓക്കേ, സോ എന്തായാലും ഫാദർ ഇത് കാണുന്നുണ്ടാവും. ഓക്കേ, അപ്പൊ ഫാദറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പോവാണ്. ഡാൻസസ് ഒക്കെ ഉണ്ട്, നമുക്ക് മൊത്തം ഡാൻസ് വേണ്ടേ? അപ്പൊ അവരെ കൊണ്ട് വരണ്ടേ?
വരണം. അപ്പൊ അതിന് നമുക്ക് ചെറിയ ബ്രേക്ക് എടുത്താലോ? എടുക്കാം. ഓക്കെ, സൂപ്പർ സ്റ്റാർ ജൂനിയർ കുട്ടി ബ്രേക്ക്. വെൽക്കം ബാക്ക് ടു സൂപ്പർ സ്റ്റാർ ജൂനിയർ. യെസ്, സോ ക്വാർട്ടർ ഫൈനൽസിൽ സ്കൂൾ ചോയ്സ് റൗണ്ടിൽ ഹം ദിൽ ദേ ചുകേ സനം എന്ന സിനിമയിൽ നിമുഡ നിമുഡ എന്ന സോങ്ങുമായി ആൻഡ് ബെൻസൺ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്.
सरी सगरी हो जाके सरा लाई दो छोटा नी बड़ा लाई दो नी बुड़ा नी बुड़ा नी बुड़ा नी बुड़ा नी बुड़ा नी बुड़ा अरे कच्चा कच्चा छोटा छोटा नी बुड़ा लाई दो आनी बुलाई लाई 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 दो अरे कच्चा कच्चा छोटा छोटा नी बुड़ा लाई दो कच्चा कच्चा छोटा छोटा नी बुड़ा लाई दो नी बुड़ा लाई दो नी बुलाई लाई 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 दो ഡാൻസ് ഒക്കെ ചെയ്ത് ഡാൻസ് നാണമാണ്. പക്ഷെ ഡാൻസ് ചെയ്യുന്നതൊന്നും കണ്ടില്ലല്ലോ. ഞാൻ ചേച്ചിമാരുടെ കൂടെ ഭയങ്കര ഡാൻസ് ആയിരുന്നല്ലോ. എല്ലാരും കണ്ടില്ലേ? ആ എല്ലാരും കണ്ടു. അടിപൊളി. അപ്പൊ നമുക്ക് നേരെ ചോദിക്കാം. ഓക്കെ, ആരെടുത്ത് ചോദിക്കണ്ടേ നമുക്ക് ആദ്യം? ചിത്ര ചേച്ചി. അത്ര ഗംഭീരമായിട്ട് പാടി. എനിക്ക് എസ്പെഷ്യലി ചില ചെറിയ ക്യൂട്ട് സംഗതിയൊക്കെ മോള് ഭയങ്കര ഭംഗിയായിട്ട് പാടി. അതേസമയം വോയിസിന് ഒരു സ്ട്രെയിൻ വരാത്ത വിധത്തിൽ നന്നായിട്ട് ഡാൻസും ചെയ്തു അല്ലേ? ഒരു പെർഫോമൻസ് റൗണ്ടിന് വേണ്ടതൊക്കെ ചെയ്തു. ഒന്ന് രണ്ട് സ്ഥലത്ത് മാത്രം ഒരു ഇച്ചിരി ശ്രുതി പോയിട്ടുണ്ട്. അത് ഞാനൊന്ന് കണക്കിലെടുക്കുന്നില്ല. മോൾ അത്ര നന്നായിട്ട് പെർഫോം ചെയ്തു കേട്ടാ. ഓൾ ദി ബെസ്റ്റ്. ഞാൻ ഇടയ്ക്ക് കാണിച്ചെന്താന്ന് മനസ്സിലായോ? നീമുട നീമുട പറയുമ്പോ നീമുട ഒന്ന് കാണിക്കാനാ പറഞ്ഞു. അല്ല, കയ്യിൽ അത് പിടിച്ചോണ്ടിരുന്നോണ്ട് അവളെ കയ്യിനെ താഴെ അത് പിടിച്ചു നിർത്തിയത്. ഇപ്പോഴും ഉണ്ടോ കയ്യിൽ? എവിടെ? ഇല്ല, കൊടുത്തു. വേറെ സ്റ്റെപ്പിലായി പോയി. സാരമില്ല, അടുത്ത പ്രാവശ്യം നമുക്ക് കാണിക്കാം. യെസ്, സുജാത ചേച്ചി. ആൻ എന്തോ അസലായി പാടിയാൻ. താങ്ക് യു. ഈ പാട്ട് പക്ഷേ എൻ്റെ ഒരു ഫേവറേറ്റ് സോങ് അല്ല, ഉള്ള സത്യം പറയണല്ലോ. ഇത് സ്കൂളിന്റെ സെലക്ഷൻ ആണെന്ന് പറഞ്ഞു. അതുകൊണ്ട് വിട്ടേക്കാം. ഇത് പബ്ലിക്കിന്റെ സെലക്ഷൻ അല്ലേ. പക്ഷെ മോള് പാട്ട് അസലായിട്ട് പാടി. എസ്പെഷ്യലി ആ ഒരു സാക്കി പോലെ വരുന്ന സ്ഥലത്ത് ഒരു സംഗതി വന്നതൊക്കെ നല്ല ക്ലീൻ ആയിരുന്നു. നല്ല രസമായിട്ട് പാടി. ഡാൻസും ഒക്കെ മൂവ് ചെയ്തു. ഇടയ്ക്ക് അവസാനം എന്താ ചിത്ര ചേച്ചി ചിത്രാൻ്റെ നോക്കി ഒരു പെട്ടെന്നൊരു ചിരി, അപ്പോഴും പോവുകയും ചെയ്തു. ചിരി വന്നു അപ്പൊ തന്നെ പോയി. ഇടയ്ക്ക് ലാസ്റ്റിൽ ആ ഹമ്മിങ് ഒക്കെ പാടുമ്പോഴത്തേക്കും എന്താണ് ഭയങ്കര സങ്കടപ്പാട്ടൊക്കെ പാടുന്ന പോലെയായിരുന്നു. നിമ്മൂടാന്നൊക്കെ. എന്നിട്ട് പിന്നെ സഡനായിട്ട് മുകളിൽ നോക്കിയപ്പോ ചിത്രേച്ചിനെ കണ്ട് പിന്നെ നിമ്മൂടാന്നൊക്കെ. അനിയെ എന്തായാലും നന്നായിട്ട് പാടി. ഓക്കെ, ബട്ട് ആ ചിരി കൺസിസ്റ്റന്റ് ആയിട്ട് വേണം ഇനി. ഈ ഇപ്പൊ ചിരിക്കുന്നില്ലേ, ആ പാടുമ്പോ ആ ചിരി ഉണ്ടെങ്കിൽ ആ പാട്ടിന്റെ എക്സ്പ്രഷൻ തന്നെ മാറും. ഓക്കെ, ഓക്കെ. സ്റ്റീവൻ ചേട്ടാ, നല്ല രസമായിരുന്നു കേട്ടോ. ആൻ ബെൻസന്റെ യൂഷ്വൽ ഒരു വികാരമില്ലാതെ നിന്ന് തകർപ്പായിട്ട് പാടും ചെയ്യും. നല്ലായിരുന്നു കേട്ടോ. നല്ല നല്ല പാട്ടുകൾ എടുത്തിട്ട് വാ. സ്കൂളുകാരുടെ അടുത്തൊരു താങ്ക് യു പറഞ്ഞേക്ക്. അവർക്ക് ജസ്റ്റിസ് ചെയ്തു ആൻ ബെൻസൺ. ഓക്കെ, ടാറ്റ. ഓക്കെ, യെസ് സ്റ്റീവൻ ചേട്ടാ. സുജാത ചേച്ചി. താങ്ക് യു വിജയ് ചേട്ടാ.
ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ അടുത്ത പ്രാവശ്യം അടുത്ത കാര്യം കേക്കട്ടെ. എനിക്ക് ചിത്ര ആൻറ്റിയുടെ മുമ്പേ പാടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓക്കെ, അത്രയും വളരെ സന്തോഷമുണ്ട്. ഓക്കെ, കഴിഞ്ഞു. അപ്പൊ എന്തായാലും എന്താ പറയാ, അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അല്ലേ? അപ്പൊ എന്തായാലും മോൾ നന്നായി തന്നെ പാടി ചിത്രയിച്ചിന് മുമ്പിൽ നല്ല മാർക്കും കിട്ടി. ഇതേപോലെ നല്ല 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 പെർഫോമൻസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മോളെ. ഗോഡ് ബ്ലെസ്. താങ്ക് യു. യെസ്, ഇന്നത്തെ ടോപ്പ് സ്കോറർ ആരാ? ടോപ്പ് സ്കോറർ. ടോപ്പ് സ്കോറർ എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ ഇങ്ങനെ വെച്ച് നമ്മൾ എനിക്ക് മനസ്സിലായി. It's none other than Amal Amal Roy. with 27 marks. ഇനി വരും വസന്തരാവിൽ നിന്റെ സ്നേഹ ജന്മമാകെ സ്വന്തമാക്കുവാൻ ഞാൻ വരും. അവൻ ചോദിച്ചു വാങ്ങിച്ചാട്ടാ, എനിക്കൊരു ഉമ്മ തരുമോ? മഴവില്ലിൻ പൂഞ്ചിറകിൽ നാം അരികത്തായോടിയെത്താം ഇനി വരുവോളം. അപ്പൊ നമ്മുടെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാൻ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മുടെ പാർവതിനെ വിളിക്കാം. പാർവതി പ്ലീസ്. പാർവതി, അപ്പോ എന്താണ് ഇപ്പോഴത്തെ what do you do right now? എന്തൊക്കെയാണ് ചെയ്യുന്നത് ഇപ്പോൾ? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് BSc മാത്സ് കഴിഞ്ഞു. ചെന്നൈയിലാണ് പഠിക്കുന്നത്. ചെന്നൈയിലാണ്. ഇപ്പോൾ MSc അപ്ലൈഡ് മാത്തമാറ്റിക്സ്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് സിംഗിങ് കരിയർ ഗോയിങ് ഓൺ? സിംഗിങ് ചെന്നൈയിലാണ്. തമിഴ്നാട്ടിലെ നിറയെ ഷോസ് ആൻഡ് അബ്രോഡ് ഷോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെക്കോർഡിങ്സ് ഒക്കെ പോകുന്നു. ഓക്കെ, നൈസ്. So how was the episode? എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ കുട്ടികളൊക്കെ കൂടെ? അടിപൊളി എക്സ്പീരിയൻസ്. എല്ലാവരും ഇത്ര ഉള്ളെങ്കിലും ഭയങ്കര പെർഫെക്ഷൻ പാടുന്നതൊക്കെ. എന്താ പറയാ, സൂപ്പർ സ്റ്റാർ ജൂനിയർ ആയി ഇവിടുന്ന് പോയി സീനിയറായി തിരിച്ചു വന്ന് നമ്മുടെ ജൂനിയേഴ്സിനെ വീണ്ടും സപ്പോർട്ട് ചെയ്യുന്നതിൽ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അപ്പോ നല്ലൊരു കിഡിലൻ പെർഫോമൻസ് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഓക്കെ, ഓക്കെ, താങ്ക് യു. യാരോ യാരോ मंजिले रुसवा है, खोया है रास्ता, आए ले जाए इतनी सी इल्तिजा, ये मेरी ज़मानत है, तू मेरी अमानत
Sujata Sarees. Designed by Style Sarees, Spencer Junction, Palayam, Trivandrum.